എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത്തരത്തിൽ ഹോട്ടായ ഭക്ഷണങ്ങൾ കഴിച്ച് ഹോട്ടാകാൻ നോക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവയെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതെ, നിങ്ങൾ നല്ലൊരു ഹോട്ട് ലൈംഗിക വീഴ്ചയ്ക്ക് തയ്യാറെടുക്കുകയാണോ? എന്നാൽ നിങ്ങൾ കരുതുന്ന പോലെ ലൈംഗിക ബന്ധം സുഗമമായി നടക്കാൻ പറ്റുന്നുമില്ലേ? എങ്കിൽ എന്തായിരിക്കും കാരണം? അതെ, മറ്റൊന്നുമല്ല, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് ഇവിടെ വില്ലനായി പ്രവർത്തിക്കുന്നത്. അതെ, നാം കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് നമുക്ക് വില്ലനാകുന്നത് പല സാഹചര്യങ്ങളിലും. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അഥവാ നിങ്ങൾ ലൈംഗിക വീഴ്ച നടത്താൻ ഉദ്ദേശിക്കുന്ന സമയത്തിന് ഒരു 3-4 മണിക്കൂർ മുൻപ് വരെയെങ്കിലും ഇനി പറയുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പല തരത്തിൽ നിങ്ങളെ അവ ഡിസ്റ്റർബ് ചെയ്യുന്നതായിരിക്കും. അഥവാ ബാഡ് സ്മെല്ലായും അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഖലനത്തിൽ ചെറിയ രീതിയിലുള്ള ദുർഗന്ധം, വിയർപ്പ് നാറ്റം, അതുപോലെ പെട്ടെന്നുള്ള ക്ഷീണം, തളർച്ച, ഇവയെല്ലാം നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. അപ്പോൾ ഇനി പറയുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. പ്രത്യേകമായി പറയേണ്ടത് ചിക്കൻ ഐറ്റംസ് അഥവാ ബോയിലർ ചിക്കൻ നിങ്ങൾ പൊരിച്ചതോ വറുത്തതോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തതോ കറി വെച്ചതോ എന്തോ അമിതമായി നിങ്ങൾ രാത്രിയിലാണ് ബന്ധപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാത്രിയിൽ അമിതമായി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 8ന്റെ പണിയായിരിക്കും കിട്ടുന്നത്. അതെ, അമിതമായുള്ള ഫ്രൈഡ് ഐറ്റംസ് നിങ്ങൾ കരുതുന്ന ആ സമയത്ത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഉള്ളി എന്നിവ കലർന്നിട്ടുള്ള ആഹാരങ്ങൾ, അമിതമായി ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ, ഇവ ഉപയോഗിച്ചും നിങ്ങൾക്ക് ഈ സമയം പലതരത്തിലുള്ള ബാഡ് സ്മെൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ മദ്യപാനം, പുകവലി ഇവയിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്നതായിരിക്കും നന്നാവുക. ചിലർ കരുതുന്നത് മദ്യപാനത്തിലൂടെ ഒരു എനർജി കൂടുമെന്നാണ്. പക്ഷേ പഠനഫലം അത് തിരിച്ചാണ് സംഭവിക്കുന്നതെന്നാണ്. കോൺഫിഡൻസിന് മാത്രമായി ചിലർ മദ്യപാനത്തിനെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷേ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളേക്കാണ് നിങ്ങളെ വലിച്ചിഴക്കുന്നത്. കാരണം ഉദ്ധാരണക്കുറവ്, ശീഘ്രസ്ഖലനം അല്ലെങ്കിൽ പെട്ടെന്നുള്ള തളർച്ച, ക്ഷീണം എല്ലാം ഇത്തരക്കാർക്ക് അനുഭവപ്പെട്ടേക്കാം. അതുകൊണ്ട് മദ്യപാനം ഒരിക്കലും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനായി നിങ്ങൾ ഉപയോഗിക്കരുത്. അതുപോലെ പുകവലി, മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് അതിന്റെ സ്മെല്ല് ചിലപ്പോൾ ഡിസ്റ്റർബ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം വസ്തുക്കൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഹെൽത്തി ആയിരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായി കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഓട്സ്, രാത്രിയിൽ പ്രത്യേകിച്ച് ഓട്സ്, കഞ്ഞി അല്ലെങ്കിൽ വാഴപ്പഴം, ഇവ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റാണ്. ഇത് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓവറോൾ ഹെൽത്ത് നന്നായി ഇരിക്കുവാനും നല്ല എനർജിക്ക് ആയിരിക്കുവാനും അതുപോലെ തന്നെ ഇത്തരം ദുർഗന്ധങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിമുക്തമാകുവാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ച് മൈ വീഡിയോ. See you next time.